ജ്വാല IPS അധ്യായം 32. കാർ ബ്രേക്കിട്ട് നിന്നതേയുള്ളൂ. അപ്പോഴേക്കും ഡോർ തുറന്ന് പുറത്തേക്ക് കുതിച്ചിറങ്ങുകയായിരുന്നു ആഭ്യന്തരമന്ത്രി ഭാസ്കരൻ. അകത്തുനിന്ന് ഈ കാഴ്ച കാണുകയായിരുന്നു CI മുഹമ്മദും SI മോഹനനും മുഖാമുഖം നോക്കി. വർമ്മയെ രക്ഷിക്കാൻ തന്നെയാവും മന്ത്രിയുടെ വരവെന്ന കാര്യത്തിൽ ഇരുവർക്കും തെല്ലും സംശയമില്ലായിരുന്നു. നമ്മൾ കുടുങ്ങുമല്ലോ മോഹന, മുഹമ്മദ് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. മന്ത്രി പറഞ്ഞാൽ അനുസരിക്കാതിരിക്കുന്നതെങ്ങനെ? ജ്വാല സാറിന്റെ നിർദ്ദേശം പാലിക്കുന്നതെങ്ങനെ? മോഹനന് മറുപടി പറയുവാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് മന്ത്രി അകത്തെത്തി കഴിഞ്ഞിരുന്നു. ഇരുവരും പെട്ടെന്ന് അറ്റൻഷനായി. മന്ത്രി അവരെ ദഹിപ്പിക്കും പോലെ ഒന്ന് നോക്കിയിട്ട് നേരെ സെല്ലിനരികിലേക്ക് നടന്നു. അതിനുള്ളിൽ അണ്ടർവെയർ മാത്രം ധരിച്ച് ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളുമായി തളർന്നിരിക്കുന്ന വർമ്മയെ കണ്ടപ്പോൾ അയാളുടെ കോപം ശതഗുണീഭവിച്ചു. എന്ത് തോന്നിയാസമാടോ ഈ കാണിച്ചിരിക്കുന്നത്? റിലീസ് ഹിം. വർമ്മ ആരാണെന്ന് അറിയില്ല നിങ്ങൾക്ക്? CIയും SIയും കുനിഞ്ഞു നിന്നു. മന്ത്രിയെ കണ്ടതോടെ വർമ്മയ്ക്ക് ഉത്സാഹമായി. അയാൾ എണീറ്റു. സെല്ലിന്റെ അഴികളിൽ പിടിച്ചു നിന്നു. ഇങ്ങനെയൊക്കെ കാണിക്കുവാൻ മാത്രം ഇദ്ദേഹം എന്താണോ ചെയ്തത്? മന്ത്രി മുഹമ്മദിന് നേരെ കൈ ചൂണ്ടി. സാർ, CI പറഞ്ഞു, ചെയ്ത കുറ്റങ്ങളൊക്കെ ഇയാൾ ഏറ്റിട്ടുണ്ട്. ഷട്ടപ്പ്. കണ്ടില്ലേ ഇദ്ദേഹത്തിന്റെ ശരീരം? നിങ്ങൾ മർദ്ദിച്ച് കുറ്റം ഏൽപ്പിച്ചു എന്ന് പറയുന്നതല്ലേ കുറെ കൂടി ശരി? നോ സാർ, വേണ്ട, എന്നെ എതിർക്കാൻ ശ്രമിക്കണ്ട. ഈ നിമിഷം ഇദ്ദേഹത്തെ തുറന്നു വിടണം. കടലിനും ചെകുത്താനും ഇടയിൽ അകപ്പെട്ട അനുഭവമായിരുന്നു മുഹമ്മദിന്. ജ്വാല സാർ പറഞ്ഞിരിക്കുന്നത് ആര് വന്നാലും വർമ്മയെ വിടരുതെന്നാണ്. ഇതിനിടെ പുറത്തൊരു വാഹനം വന്നു നിൽക്കുന്നത് കേട്ടു. തുറന്നു വിടടോ. മന്ത്രി പിന്നെയും ശബ്ദമുയർത്തി. മുഹമ്മദ് കൈ പാൻസിന്റെ കീശയിലേക്ക് താണതേയുള്ളൂ. കനത്ത കാലടി വെച്ച വാതിൽക്കൽ കേട്ടു. ഏവരും മുഖം തിരിച്ചു. ജ്വാല IPS. മന്ത്രി അവളെ ചീത്ത വിളിക്കാൻ ഭാവിക്കുകയായിരുന്നു. പക്ഷേ അതിനു മുമ്പ് അവൾ പറഞ്ഞു, പ്ലീസ് വെയിറ്റ് സാർ. അവൾ മന്ത്രിക്ക് സല്യൂട്ട് നൽകി. പിന്നെ തുടർന്നു, അങ്ങ് ഇക്കാര്യത്തിന് ഇവിടെ എത്തുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനും ചിലതൊക്കെ കരുതി. അവൾ പുറത്തേക്ക് നോക്കി ആരെയോ വിളിച്ചു. നിങ്ങൾ വരൂ. പെട്ടെന്ന് 2-3 TV ചാനലുകാർ ക്യാമറയും മൈക്രോഫോണും മറ്റുമായി അകത്തെത്തി. ക്യാമറ അവർ പ്രവർത്തിപ്പിച്ചു തുടങ്ങിയിരുന്നു. ജ്വാല അവരോട് പറഞ്ഞു, കുപ്രസിദ്ധനും ജനദ്രോഹിയുമായ ഒരു ക്രിമിനലിനെ രക്ഷപ്പെടുത്താൻ ആഭ്യന്തരമന്ത്രി തന്നെ നേരിട്ട് വന്നിരിക്കുകയാണ്. ഇദ്ദേഹം പറഞ്ഞാൽ എനിക്ക് അനുസരിക്കാതിരിക്കാനാവില്ല. പക്ഷേ എന്റെ കുറ്റം കൊണ്ടല്ല വർമ്മ പുറത്തു പോകുന്നതെന്ന് ഇവിടുത്തെ ജനങ്ങൾ അറിയണം. അവളുടെ നോട്ടം മന്ത്രിയുടെ നേർക്കായി. ഇനി പറയണം സാർ, വർമ്മയെ ഇറക്കിവിടാൻ. ഞാൻ അനുസരിക്കാം സാർ. മന്ത്രിയുടെ മുഖത്തുകൂടി വിയർപ്പ് കണങ്ങൾ താഴെ കടരുവാൻ തുടങ്ങിയിരുന്നു. ഇത്രയും ഒരിക്കലും അയാൾ പ്രതീക്ഷിച്ചിരുന്നില്ല. കഴിവറുടെ മോള്, തന്നേക്കാൾ ഒരുപടി മുന്നിൽ കടന്നിരിക്കുന്നു ഇവൾ. സാർ, ഞാൻ സെല്ല് തുറക്കണോ? CI മുഹമ്മദ് ചോദിച്ചു. കത്തുന്ന ഒരു നോട്ടമായിരുന്നു മന്ത്രിയുടെ മറുപടി. ഒപ്പം അയാൾ കർച്ചീഫ് എടുത്ത് മുഖം തുടച്ചു. മന്ത്രിയുടെ ഓരോ ഭാവവും ക്യാമറകൾ ഒപ്പിയെടുക്കുകയായിരുന്നു. അത് കാരണം മന്ത്രിക്ക് ഒന്നും അങ്ങോട്ട് പറയാനും കഴിയുന്നില്ല. ഈ രംഗം TVകളിൽ പ്രത്യക്ഷപ്പെട്ടാൽ അതോടെ തന്റെ മന്ത്രി കസേര ഇളകുമെന്ന കാര്യത്തിൽ ഭാസ്കരന് തർക്കമില്ലായിരുന്നു. പൊടുന്നനെ എന്തോ തീരുമാനിച്ചുറച്ച മട്ടിൽ മന്ത്രി വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് പോയി. കാറിന്റെ ഡോർ ശക്തിയിൽ തുറന്നടഞ്ഞു. മന്ത്രി മടങ്ങി. ജ്വാല TVക്കാരെ നോക്കി പുഞ്ചിരിച്ചു. വർമ്മയുടെ ചിത്രം കൂടി എടുക്കാൻ അവർ ശ്രമിച്ചെങ്കിലും ജ്വാല അനുവദിച്ചില്ല. മാത്രവുമല്ല, അയാൾ TVക്കാർക്ക് മുഖം കിട്ടാതിരിക്കാൻ പുറംതിരിഞ്ഞു നിൽക്കുകയും ചെയ്തു. TVക്കാർ മടങ്ങി. മുഹമ്മദിന് ജ്വാലയെ തുറന്ന് അഭിനന്ദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. സാർ, തക്ക സമയത്ത് ഇങ്ങനെയൊരു നീക്കം ഉണ്ടായിരുന്നില്ലെങ്കിൽ. അപ്പോഴും അവൾ ചിരിച്ചു. ഇനി ആരും വർമ്മയെ ഇറക്കാൻ വരില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നതിനാൽ മുഹമ്മദിനെ കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചിട്ട് അവൾ ഓഫീസിലേക്ക് മടങ്ങി. അവിടെ എത്തുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു മെസ്സേജ് വന്നു. DYSP ലക്ഷ്മണന്റെ കാലുകൾക്കുള്ളിൽ പഴുപ്പാണ്. മുട്ടിന്റെ ഭാഗം വെച്ച് അവ റിമൂവ് ചെയ്തേ മതിയാകൂ. അല്പനേരം ചലിക്കാനാവാതെ ഇരുന്നു പോയി ജ്വാല. ഭാര്യയെയും മക്കളെയും മറ്റും അയാൾ ഹോസ്പിറ്റലിൽ നിന്ന് ചീത്ത പറഞ്ഞു ഓടിച്ച രംഗമായിരുന്നു മനസ്സിൽ. ഇനി 2 കാലുകളുമില്ലാത്ത അയാൾക്ക് അവർ മാത്രമേയുള്ളൂ സഹായത്തിന്. എങ്ങനെയായിരിക്കും ഇനിയുള്ള അയാളുടെ പ്രതികരണം? എപ്പോഴാണ് തിയേറ്ററിൽ കയറ്റുക? ജ്വാല ഫോണിലൂടെ തിരക്കി. ഇപ്പോൾ തന്നെ. ശരി എന്ന് പറഞ്ഞ് അവൾ ഫോൺ വെച്ചു. ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ലെങ്കിലും വിശപ്പ് തോന്നിയില്ല. ഒരു നാരങ്ങ വെള്ളം വരുത്തി കഴിച്ചു. വൈകിട്ട് വീട്ടിലേക്ക് പോകാൻ നേരമാണ് അവൾ വർമ്മയ്ക്ക് ഇന്ന് വരുമെന്ന് പറഞ്ഞ റൈഫിലിനെ കുറിച്ച് ഓർത്തത്. അപ്പോൾ തന്നെ കേണൽ ഇക്ബാലിനെ വിളിച്ചു. പപ്പ, ഇത് ഞാനാ, ജ്വാല. ആ റൈഫില്? അത് ഇന്ന് വരില്ല. വർമ്മ അകത്തായത് തന്നെ കാരണം. എന്തായിരുന്നു റൈഫിലിൽ? അതൊക്കെ പിന്നെ പറയാം. കുറച്ചുനേരം സംസാരിച്ച ശേഷം അവൾ ഫോൺ വെച്ചു. വർമ്മ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒന്നാണ് നടന്നിരിക്കുന്നതെന്ന് ജ്വാല ഓർത്തു. അത് ശരിയായിരുന്നു. സെല്ലിന്റെ ഭിത്തിയിൽ ചാരിയിരുന്ന് വർമ്മ ചിന്തിച്ചതും അത് തന്നെയായിരുന്നു. ഈ പട്ടണത്തിലെ ചക്രവർത്തിയായിരുന്ന തനിക്ക് ഇങ്ങനെയൊരു വിധി കാലം കാത്തു വെച്ചിരുന്നതായിരുന്നു. വിവാഹത്തിനു മുമ്പേ മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞ ഒരു ചിത്രമായിരുന്നു സൈനബയുടേത്.
ഇത്രയും കാലങ്ങൾക്ക് ശേഷം ആ പേര് തന്നെ ഓർമ്മിപ്പിക്കാനും തനിക്കെതിരെ കരുക്കൾ നീക്കാനും ഇക്ബാൽ വന്നു. ഒരിക്കലും കരുതാതിരുന്ന കാര്യം. തന്റെ ഈ പതനത്തിൽ ചുക്കാൻ പിടിച്ചത് അവനാണ്, ഇക്ബാൽ. പക്ഷെ നാളെ കോടതിയിലെത്തിക്കഴിഞ്ഞ് വർമ്മ ആരാണെന്ന് എല്ലാ പട്ടിയുടെ മക്കളെയും ഞാൻ കാട്ടിക്കൊടുക്കുന്നുണ്ട്. ജ്വാല, അവളുടെ പട്ടടയെ തീജ്വാല പൊതിയുന്നത് തനിക്ക് കാണണം. എന്നിട്ട് ഉറക്കെ ഉറക്കെ പൊട്ടിച്ചിരിക്കണം. പിറ്റേന്ന് രാവിലെ വർമ്മയെ കോടതിയിലേക്ക് കൊണ്ടുപോയി. അഡ്വക്കേറ്റ് മധുപാൽ പ്രതിക്ക് വേണ്ടി ഹാജരായി. പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വാദമുഖങ്ങളുടെ എല്ലാം മുനയൊടിച്ചു കളഞ്ഞു മധുപാൽ. അവസാനം കോടതി പ്രതിയുടെ മാന്യതയും ഇന്നത്തെ സ്ഥാനവും മുൻനിർത്തി 1,00,000 രൂപ ജാമ്യത്തിലും 2 ആൾജാമ്യത്തിലും ജാമ്യം അനുവദിച്ചു. കോടതിയുടെ അനുവാദം കൂടാതെ ജില്ല വിട്ടു പോകരുത് എന്നൊരു നിർദ്ദേശവും. വിജയശ്രീ ലാളിതനായി വർമ്മ പുറത്തേക്ക് വന്നപ്പോൾ ജ്വാല ജീപ്പിനരികിലുണ്ടായിരുന്നു. ഞാൻ അകത്ത് തന്നെ കിടക്കുമെന്ന് നീ കരുതി അല്ലേടി? കാതയിൽ നുള്ളിക്കോ. എന്നെ ദ്രോഹിച്ച ഒന്നിനെയും വിടില്ല ഞാൻ. ഇനി എന്റെ മുന്നിൽ നിന്ന് പ്രസംഗിച്ചാൽ തന്റെ പല്ലടിച്ച് താഴെയിടും ഞാൻ. ജ്വാല മുന്നോട്ട് നീങ്ങിയപ്പോൾ വർമ്മ ഭയന്ന് പിന്നോട്ട് മാറി. ഇസ്രയേൽ ബാബുവും മറുതമാധവനും വർമ്മയുടെ ആൺമക്കളും എത്തിയിരുന്നു. വർമ്മ അവരോടൊപ്പം പോയി. ടാറ്റ ഇൻഡിക്കയിൽ കയറും മുമ്പ് ഒരിക്കൽ കൂടി അവളെ ഒന്ന് തിരിഞ്ഞു നോക്കാനും അയാൾ മറന്നില്ല. നിരാശയോടെയാണ് ജ്വാലയും മുഹമ്മദും മറ്റും മടങ്ങിയത്. ആ വഴി അവൾ ഹോസ്പിറ്റലിൽ കയറി. ലക്ഷ്മണനെ കണ്ടു. 2 കാലുകളുടെയും മുട്ടിന് താഴ്ഭാഗം ശൂന്യം. അവരെ കണ്ടപ്പോൾ അയാൾ കണ്ണുകൾ അടച്ചു കളഞ്ഞു. ലക്ഷ്മണന്റെ ഭാര്യ അടുത്തുണ്ടായിരുന്നു. തന്റെ ഇനിയുള്ള അവസ്ഥ ലക്ഷ്മണൻ ശരിക്കും തിരിച്ചറിഞ്ഞുവെന്ന് വ്യക്തം. ആ സ്ത്രീയോട് ഇത്തിരി നേരം സംസാരിച്ച ശേഷം അവർ മടങ്ങി. തങ്ങൾ അവിടെയിരിക്കുന്ന ഓരോ നിമിഷവും ലക്ഷ്മണൻ കൂടുതൽ അസ്വസ്ഥനാകുകയുള്ളൂവെന്ന് അവർക്കറിയാമായിരുന്നു. അന്ന് രാത്രി അതിപ്രധാനമായ ഒരു ഫോൺ കോൾ ജ്വാലയ്ക്ക് കിട്ടി. RK വർമ്മയ്ക്ക് കോടിക്കണക്കിന് രൂപയുടെ സ്ഫോടക വസ്തുക്കളും മറ്റു ആയുധങ്ങളും വരുന്നു. ഏതോ തീവ്രവാദികൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാനാണ്. വെറും ഇടനിലക്കാരൻ മാത്രമാണ് വർമ്മ. അപ്പുറത്തുനിന്ന് കേണൽ ഇക്ബാലിന്റെ ശബ്ദം. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നുമില്ലേ പപ്പ? ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പപ്പോൾ അറിയിക്കാം. ഓക്കെ പപ്പ. ഫോൺ വെച്ചിട്ട് ജ്വാല പിടഞ്ഞുണർന്നു. ഈ രാത്രി ഉറങ്ങാതെ ഇരിക്കാനുള്ളതാണെന്ന് അവളുടെ മനസ്സ് പിറുപിറുത്തു. മറ്റു ചിലരും അപ്പോൾ ഉറങ്ങാതെ ഇരിക്കുന്നുണ്ടായിരുന്നു. RK വർമ്മയും അനുയായികളും മക്കളും. വർമ്മ ഇത്തിരി മൂക്കിൽ പൊടിയെടുത്ത് വലിച്ചിട്ട് ഇസ്രയേൽ ബാബുവിന്റെ നേരെ തിരിഞ്ഞു. എന്തെങ്കിലും ഒരു പോംവഴി പറയടാ. ഏതായാലും 2 ദിവസം നമ്മൾ സാധനം കസ്റ്റഡിയിൽ വെച്ചേ പറ്റൂ. കടൽക്കരയിൽ നടക്കില്ല. നമ്മുടെ ഒരു താവളവും സുരക്ഷിതവുമല്ല. പുതിയ ഒരിടം കണ്ടെത്തിയേ പറ്റൂ. ആരും സംശയിക്കാത്ത ഒരിടം. നിന്റെ അമ്മയുടെ നെഞ്ചത്ത് കൊണ്ട് വെക്കടാ. പിന്നിൽ നിന്നൊരു ശബ്ദം. വർമ്മ തിരിഞ്ഞു. വടിമുപ്പിന്ന്. ഇത്രയുമൊക്കെ ആയിട്ടും പോലീസ് സ്റ്റേഷനിൽ കയറ്റി അവര് തൊടിച്ചിട്ടും നിനക്കിതൊന്നും നിർത്താൻ മേലായോടാ? മൂപ്പിന്ന് ജ്വലിച്ചു. അച്ഛന്റെ കാര്യം നോക്കിക്കോണം. എന്റെ കാര്യത്തിൽ ഇടപെടുകയോ ഉപദേശിക്കുകയോ ചെയ്യരുത്. വർമ്മ അലറി. പോ അപ്പുറത്തെങ്ങാനും. അല്ലെങ്കിൽ ഞാൻ. അറിയാമടാ, തന്തയാണെന്ന് നീ നോക്കുകയില്ലെന്ന് അല്ലേ? ഹാ, ജനിപ്പിച്ചു പോയതിന്റെ ശിക്ഷ. മൂപ്പിന്ന് തിരിഞ്ഞു നടന്നു. സേഫായി തോന്നുന്ന ഒരിടമുണ്ട് പപ്പ, സഞ്ജയ് പറഞ്ഞു. ഒപ്പം അവൻ സ്വരം താഴ്ത്തി ഒരു പേര് പറഞ്ഞു. വർമ്മയുടെ മുഖം തെളിഞ്ഞു. അയാള് സമ്മതിക്കുമോ? ബാബുവിന് സംശയം. അവന്റെ അപ്പനെ കൊണ്ട് സമ്മതിപ്പിക്കും ഞാൻ. അല്ല പിന്നെ. നീ കാറിറക്കട. ഫോണിൽ സംസാരിച്ചാൽ ശരിയാവില്ല. നേരെ പോകണം. അപ്പോൾ തന്നെ വർമ്മ കാറിൽ യാത്രയായി. ഇത്തവണ സഞ്ജയും ഒപ്പമുണ്ടായിരുന്നു. രാത്രി മുഴുവൻ ജ്വാല കേണൽ ഇക്ബാലിന്റെ മെസ്സേജ് കാത്തിരുന്നു. പ്രയോജനമുണ്ടായില്ല. പക്ഷേ രാവിലെ കേണൽ വിളിച്ചു. ജ്വാലെ, സാധനം സിറ്റിയിൽ രാത്രി തന്നെ എത്തിയിട്ടുണ്ട്. പക്ഷെ അത് എവിടെയാണ് പൂഴ്ത്തിയിരിക്കുന്നതെന്ന് ഇനിയും അറിയാൻ കഴിഞ്ഞിട്ടില്ല. വിഷമിക്കണ്ട, പപ്പ അത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. മോള് കാത്തിരുന്നോ. ഫോഴ്സിനെ ഒരുക്കി നിർത്തിക്കോ. ജ്വാലയ്ക്ക് ഉത്സാഹമായി. അപ്പോൾ തന്നെ അവൾ ഓഫീസിലേക്ക് പോകാനൊരുങ്ങി. നീ കാപ്പി കുടിച്ചില്ലല്ലോ മോളെ, പ്രിയങ്ക ഓർമ്മിപ്പിച്ചു. ഇന്ന് സമയം കുറവാണ് മമ്മി. ഞാൻ ഓഫീസിലെത്തിയിട്ട് കഴിച്ചോളാം. അവൾ തൊപ്പിയെടുത്ത് തലയിൽ വെച്ചു. ഡ്രൈവിംഗ് പഠിക്കാൻ മദനും അവളുടെ കൂടെ ജീപ്പിലാണ് പോയത്. ഓഫീസിലെത്തിയ ജ്വാല CI മുഹമ്മദിനെയും SI മോഹനനെയും വിളിച്ച് ഒരു ഫോഴ്സിനെ ഒരുക്കി നിർത്തുവാൻ നിർദ്ദേശിച്ചു. ഒപ്പം വർമ്മയുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കുവാനും വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. രാവിലെ ഒന്നും സംഭവിക്കാത്തതുപോലെ വർമ്മ ബാബുവിനെയും കൂട്ടി DYSP ലക്ഷ്മണനെ കാണുവാൻ പോയി. അയാൾ വർമ്മയെ കണ്ടപ്പോൾ കരഞ്ഞുപോയി. കുറെ നേരം ആ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു വർമ്മ. എന്നിട്ട് തിരക്കി. ആരാ നിന്നെ ആക്രമിച്ചത്? ലക്ഷ്മണന്റെ മുഖത്ത് പൊടുന്നനെ ഒരു ഭാവമാറ്റം. പതഞ്ഞ ശബ്ദത്തിലാണ് പറഞ്ഞത്. വിശ്വസിക്കാൻ എനിക്കിപ്പോഴും കഴിയുന്നില്ല സാബ്. സൂര്യൻ IPS തന്നെയായിരുന്നു അത്. വർമ്മ മിണ്ടിയില്ല. പകരം ബാബുവിനെ ഒന്ന് നോക്കി. ബാബു തലകുലുക്കി.
വർമ്മ തിരിഞ്ഞു നടക്കാൻ ഭാവിച്ചപ്പോൾ ലക്ഷ്മണൻ വിളിച്ചു, സാബ്. വർമ്മ നിന്നു. തോളിനു മുകളിലൂടെ തല തിരിച്ചു. വീട്ടിലെ അവസ്ഥ ആകെ പരുങ്ങലിലാണ്. വർമ്മ ബാബുവിനെ വീണ്ടും നോക്കി. ബാബു 10,000 രൂപയുടെ ഒരു കെട്ട് കിടക്കയിൽ വെച്ചു. അതിനൊരനുബന്ധമായി വർമ്മയുടെ ശബ്ദം പിന്തുടർന്നെത്തി. ഇനി ഒന്നും പ്രതീക്ഷിക്കേണ്ട ലക്ഷ്മണൻ. ചെയ്ത ജോലികൾക്കെല്ലാം കണക്ക് പറഞ്ഞ് വാങ്ങിയിട്ടുണ്ട് നീ. പ്രയോജനമില്ലാത്തവരെ വർമ്മ സഹായിക്കാറില്ല. 2 കാലുകളുമില്ലാത്ത നിന്നെക്കൊണ്ട് എനിക്ക് യാതൊരു ഗുണവും ഉണ്ടാവില്ലെന്ന കാര്യം ഞാൻ മറന്നാലും നീ മറക്കരുത്. ലക്ഷ്മണൻ സ്തബ്ധനായി. അത് ശ്രദ്ധിക്കാതെ വർമ്മയും ബാബുവും വാതിൽ കടന്നു. ലക്ഷ്മണന്റെ കവിളുകളെ 2 തുള്ളി കണ്ണീർ ചുട്ടുപൊള്ളിച്ചു. അയാളുടെ ഭാര്യയുടെ കണ്ണുകളിലേക്ക് അത് പടർന്നു. അന്ന് ആദ്യമായി ലക്ഷ്മണൻ വർമ്മയെ ശപിച്ചു. അയാൾ ഗുണം പിടിക്കില്ല. ഈ നേരത്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് ഒരു സൈക്കിളിൽ കോള കമ്പനിയിലേക്ക് പോകുകയായിരുന്നു മർദ്ദമാധവൻ. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ പിന്നാലെ ഒരു ടൊയോട്ട വന്നു. സൈക്കിളിന്റെ തൊട്ടരികിൽ അത് ബ്രേക്കിട്ടു. ആ ക്ഷണം പിന്നിലെ ഡോർ തുറക്കപ്പെടുകയും ഒരു കൈ പുറത്തേക്ക് നീണ്ട് മാധവനെ വലിച്ച് കാറിലേക്കിടുകയും ചെയ്തു. സൈക്കിൾ ഓടയിലേക്ക് മറിഞ്ഞു. കാറിന്റെ ഡോർ അടഞ്ഞു. അത് മുന്നോട്ട് നീങ്ങി. തന്നെ പിടിച്ച മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയ മർദ്ദമാധവൻ പൊള്ളലേറ്റതുപോലെ കിടുങ്ങി. ആ മനുഷ്യൻ. അധ്യായം 33. തന്റെ ശ്വാസം നിലച്ചു പോകുന്ന അനുഭവമാണ് മർദ്ദമാധവനുണ്ടായത്. നെഞ്ചിനുള്ളിൽ കട്ടിയുള്ള ഏതോ വസ്തു തടഞ്ഞിരിക്കുന്നത് പോലെ. ആ മുഖത്തേക്ക് നോക്കുവാൻ തന്നെ അയാൾ ഭയന്നു. ആ കണ്ണുകൾ തന്നെ ചുട്ടരിക്കുമെന്ന് മാധവന് തോന്നി. അയാൾ കണ്ണുകൾ ഇറുക്കിയടച്ചുകൊണ്ട് ഒരു വശത്തേക്ക് തലതിരിച്ചു. പക്ഷേ ആ മനുഷ്യൻ അയാളുടെ തലമുടിയിൽ കുത്തിപ്പിടിച്ച് മുഖം തനിക്ക് അഭിമുഖമായി തിരിച്ചു. കണ്ണു തുറന്ന് എന്റെ മുഖത്തേക്കൊന്ന് നോക്കട നായിന്റെ മോനെ. കൺപോളകൾക്ക് മുകളിൽ 2 തീപ്പൊരികൾ വീണതുപോലെ മാധവൻ പെട്ടെന്ന് കണ്ണുകൾ തുറന്നു. ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കുവാൻ അപ്പോഴും മാധവൻ ഭയന്നു. ഈ മുഖം മനസ്സിലായോടാ നിനക്ക്? സൂര്യൻ സാർ. മാധവന്റെ നാവിൻ തുമ്പിൽ നിന്ന് അക്ഷരങ്ങൾ കെട്ടടർന്ന് വീണു. സൂര്യൻ IPS ചിരിച്ചു. അയാളുടെ തൊട്ടരികിൽ കേണൽ ഇക്ബാൽ ഉണ്ടായിരുന്നു. അയാൾ കൗതുകത്തോടെ മാധവന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. കടൽക്കരയിൽ വെച്ച് ത്രേസ്യമയെ രക്ഷിച്ചതും നിന്നെയൊക്കെ തല്ലിയോടിച്ചതും പിഗ് ഫാം തകർത്തതും ഞാനെന്നറിയാതെ ഇപ്പോഴും അജ്ഞാത ശത്രുവിനെ തേടി പരക്കം പായുകയാണ് നിന്റെ വർമ്മ സാബ്, അല്ലേടാ? മാധവൻ തല കുലുക്കി. ഇനിയിപ്പോൾ നിന്നോട് എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ മാധവ. മരിക്കണോ അതോ ജീവിക്കണോ? സൂര്യന്റെ ശബ്ദം മരണം പോലെ തണുത്തതാണെന്ന് മാധവന് തോന്നി. എന്നെ കൊല്ലല്ലേ സാർ, എനിക്ക് ജീവിക്കണം, നിലവിളിക്കുകയായിരുന്നു മാധവൻ. കാർ അപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഏതൊക്കെയോ വഴികളിലൂടെ. എങ്കിൽ സൂര്യൻ പറഞ്ഞു, എന്റെ ഒരേയൊരു ചോദ്യത്തിന് സത്യസന്ധമായ ഉത്തരം തന്നാൽ നിനക്കിനിയും ജീവിക്കാം. ഇരുപഴിക്കുള്ളിലായാൽ പോലും ജീവിച്ചിരിക്കുന്നത് ഒരു സുഖമല്ലേ മാധവ? ഞാനീ ഡോർ തുറന്ന് നിന്നെ ചീറിപ്പാഞ്ഞു വരുന്ന ഒരു വാഹനത്തിന് മുന്നിലേക്ക് തള്ളിയാൽ ഉണ്ടാകുന്ന സുഖത്തേക്കാളും ഒരുപാട് നല്ലത്. മാധവൻ മിണ്ടിയില്ല. സൂര്യന്റെ ചോദ്യം ഒരു ചാട്ടുളിയായി മാധവന്റെ കാതുകളിൽ പുളഞ്ഞിറങ്ങി. കഴിഞ്ഞ രാത്രിയിൽ വർമ്മയ്ക്ക് വന്ന ചരക്കുകൾ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? മാധവന്റെ മുഖം വിളറി. സാർ, അത് പറയാൻ ഒരുക്കമല്ലെങ്കിൽ വേണ്ട മാധവ. സൂര്യന്റെ കൈമുട്ട് ഉയർന്നു താണു. അത് മാധവന്റെ നെഞ്ചിൻകോട് തകർത്തു. സാറേ, ഞാൻ പറയാം, മാധവൻ നിലവിളിക്കിടയിൽ അറിയിച്ചു. ഈ നേരത്ത് DYSP ലക്ഷ്മണനെ കണ്ട ശേഷം ഇസ്രയേൽ ബാബുവും ഒന്നിച്ച് തന്റെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു RK വർമ്മ. യാത്രക്കിടയിൽ കാറിനുള്ളിൽ കനത്ത മൗനം തങ്ങി നിൽക്കുകയായിരുന്നു. അല്പം മൂക്കിൽ പൊടി വലിച്ചിട്ട് കർച്ചീഫ് കൊണ്ട് മുഖം തുറച്ച വർമ്മ ബാബുവിനോടായി മൗനം മുറിച്ചു. സൂര്യൻ, അവൻ ജീവിച്ചിരിക്കുന്നു എന്നറിയാവുന്നവർ നമ്മൾ 2-3 പേർ മാത്രമേയുള്ളൂ. ഒരിക്കൽ കൂടി കാക്കയ്ക്കുള്ളിൽ അവൻ എത്തിയാൽ നമ്മൾ ആരും ബാക്കി കാണില്ല. അതിനു മുമ്പ് എത്രയും വേഗത്തിൽ അവനെ കണ്ടെത്തി തീർക്കണം സാബ്. ഒരു വളവെടുക്കുന്നതിനിടയിൽ ബാബു പറഞ്ഞു, നമ്മുടെ കോള കമ്പനിയിലെ തടവിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു പോയിട്ട് ഇപ്പോൾ 1 മാസമെങ്കിലും ആയി കാണില്ലേ? എന്നിട്ടും പുറം ലോകത്ത് പ്രത്യക്ഷപ്പെടാത്തത് എന്താണെന്നാണ് എന്റെ സംശയം. അല്പനേരം കഴിഞ്ഞിട്ടാണ് വർമ്മ സംസാരിച്ചത്. പുറത്തുനിന്ന് നമുക്കെതിരെ ആഞ്ഞടിക്കാനായിരിക്കും അവന്റെ തീരുമാനം. അതിന്റെ മുന്നോടിയായിട്ടായിരിക്കണം ലക്ഷ്മണനോട് അവൻ പകപോക്കിയത്. ബാബു പിന്നെ ഡ്രൈവിംഗിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. സീറ്റിൽ പിന്നോട്ട് ചാരി വർമ്മ കണ്ണുകൾ അടച്ചിരുന്നു. സൂര്യനെ അന്ന് രക്ഷപ്പെടുത്തി തടവിൽ പാർപ്പിക്കേണ്ടായിരുന്നുവെന്ന് ഇപ്പോൾ അയാൾക്ക് തോന്നി. ഒരിക്കൽ ലക്ഷ്മണനോ മറ്റോ സത്യം പുറത്തുവിട്ടാലോ താൻ വിജയിക്കണമെന്ന് കരുതിയാണ് അന്ന് അപ്രതീക്ഷിതമായിരുന്നെങ്കിലും അങ്ങനെ ഒരു കളി കളിച്ചത്. മാത്രവുമല്ല, കൊലപാതക കുറ്റം ലക്ഷ്മണന്റെ മണ്ടയ്ക്ക് വയ്ക്കുകയും ചെയ്യാമായിരുന്നു. പോലീസുകാരെ ഒരിക്കലും വിശ്വസിക്കരുതെന്ന താൻ പഠിച്ച പാഠമാണ് ഒക്കെയ്ക്കും കാരണം. സൂര്യൻ ജീവനോടെ ഇരിക്കാനുണ്ടായ സംഭവം വർമ്മ ഓർത്തു. സൂര്യൻ മരിച്ചു കഴിഞ്ഞു എന്ന ധാരണയിൽ
ബോഡി കൊണ്ടുപോയി കളയുവാൻ ലക്ഷ്മണൻ ഇസ്രായേൽ ബാബുവിനെയാണ് ഏർപ്പാട് ചെയ്തത്. ബാബു കൃത്യനിർവഹണത്തിനായി പിഗ് ഫാമിലെ തൊഴിലാളിയായിരുന്ന രാജപ്പനെയും കൂട്ടി. പക്ഷേ ജീപ്പ് കൊക്കയിലേക്ക് തള്ളും മുമ്പ് സൂര്യൻ ഒന്ന് ഞരങ്ങി. അവൻ മരിച്ചിട്ടില്ലെന്ന് മനസ്സിലായതും ബാബു തന്നെ മൊബൈൽ ഫോണിൽ വിളിച്ച് വിവരം പറഞ്ഞു. പെട്ടെന്ന് തനിക്ക് തോന്നിയ ഒരു ദുർബുദ്ധിയാണിപ്പോൾ എല്ലാം തകിടം മറിച്ചിരിക്കുന്നത്. ബാബുവേ, എങ്കിലവനിനി കൊല്ലണ്ടടാ, നമുക്ക് വേണം. ഏതെങ്കിലും സമയത്ത് ലക്ഷ്മണൻ നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചാൽ അപ്പോൾ ചൂണ്ടിക്കാണിക്കുവാൻ സൂര്യൻ നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ടാവണം. താൻ കൂടി ഇടപെട്ട പ്രശ്നമായതിനാൽ പിന്നീട് ലക്ഷ്മണൻ ചലിക്കില്ല. സൂര്യൻ പുറം ലോകം കാണത്തുമില്ല. അപ്പോൾ പകരം ഒരു ശവം വേണ്ടേ? വേണം. നിന്റെ കൂടെ ആരാ ഉള്ളത്? രാജപ്പൻ. ശരീരവലുപ്പം കൊണ്ട് സൂര്യന്റെ അത്രയും വരില്ലേ? യെസ് സാബ്. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ. കാർ ഒരു ഗട്ടറിൽ ചാടി കുലുങ്ങിയപ്പോൾ വർമ്മ നിവർന്നിരുന്നു. പിന്നെ എല്ലാം ചെയ്തത് ബാബുവാണ്. ഒരു ബുള്ളറ്റ് ആ ശരീരത്തിലേക്ക് പായിച്ചു. സൂര്യന്റെ ശരീരത്തിൽ ഉണ്ടായതുപോലെ കത്തികൊണ്ട് മുറിവുകൾ ഉണ്ടാക്കി മുഖം ആർക്കും മനസ്സിലാക്കാത്ത വിധത്തിൽ ഇടിച്ചു ചതച്ചു. സൂര്യന്റെ യൂണിഫോം ധരിപ്പിച്ചു. അങ്ങനെ രാജപ്പൻ സൂര്യനായി മരിച്ചു. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ തന്റെ ആളായതുപോലെ ഒന്നും പുറത്തു വന്നില്ല. മറുതയാണ് വണ്ടി കൊണ്ടുപോയി ആ സ്ഥലത്ത് നിന്ന് സൂര്യനെയും ബാബുവിനെയും തിരികെ കൊണ്ടുപോകുന്നതും രഹസ്യമായി സൂര്യനെ ഹോസ്പിറ്റലിലാക്കിയതും അപകടനില തരണം ചെയ്തപ്പോൾ കോള കമ്പനിക്കുള്ളിൽ തടവിലുമാക്കി. ഇടയ്ക്ക് അവൻ ആർക്കോ ഫോൺ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞുമില്ല. തക്ക സമയത്ത് ബാബു എത്തിയിരുന്നു. അവസാനം ജ്വാല ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ തേടുമെന്നുറപ്പായപ്പോൾ അയാളെ ഇവിടുന്ന് മാറ്റുകയും ചെയ്തു. എല്ലാം ഭംഗിയായി എന്ന് കരുതിയപ്പോഴായിരുന്നു സൂര്യന്റെ രക്ഷപ്പെടൽ. ആരോ അതിനു പിന്നിൽ കളിച്ചിട്ടുണ്ടെന്നുറപ്പാണ്. അതാരാണെന്ന് ഇനിയും അറിയില്ല. സാബ്, വീടെത്തി. ഇസ്രായേൽ ബാബുവിന്റെ ശബ്ദം. വർമ്മ ചിന്ത വിട്ടുണർന്നു. ചുറ്റും നോക്കി. പോർച്ചിൽ കിടക്കുകയാണ് കാർ. അയാൾ ഇറങ്ങി. അപ്പോൾ കടുത്ത നീലയുടെ മായിക വലയമായി സബിത പുറത്തേക്ക് വന്നു. നീ എങ്ങോട്ടാ മോളെ? വർമ്മ തിരക്കി. സിറ്റിയിലേക്ക്. സൂക്ഷിക്കണം. സൂര്യനെക്കുറിച്ച് ഓർത്തുകൊണ്ടാണ് വർമ്മ പറഞ്ഞത്. അവൾ അയാളെ ഒന്ന് തുറച്ചു നോക്കി. പപ്പ ആദ്യമായാണ് ഇങ്ങനെ പറയുന്നത്. അതിനർത്ഥം ഒന്നേയുള്ളൂ, കാര്യമായ എന്തോ പ്രശ്നമുണ്ട്. ഒന്ന് മോളിയിട്ട് അവൾ ടാറ്റ ഇൻഡിക്കയിൽ കയറി. പട്ടണത്തിൽ പ്രവേശിക്കുമ്പോൾ കണ്ടു സിഗ്നൽ ലൈറ്റ് ഇട്ടുകൊണ്ട് പാഞ്ഞു വരുന്ന പോലീസ് വാഹനങ്ങൾ. ഏറ്റവും മുന്നിൽ ജ്വാല IPSന്റെ ജീപ്പായിരുന്നു. മൊത്തം 5 ജീപ്പുകളും ഒരു വലിയ വാനും. എവിടേക്കാണ് ഈ പടയോട്ടമെന്ന് സബിത വെറുതെ ചിന്തിച്ചു. ഇക്ബാൽ നടത്തിയ മെസ്സേജ് അനുസരിച്ചായിരുന്നു ജ്വാലയുടെയും മറ്റും യാത്ര. നഗരത്തിൽ തന്നെയുള്ള ഒരു കൂറ്റൻ കെട്ടിടത്തിന് മുന്നിൽ അവ ബ്രേക്കിട്ട് നിന്നു. ജ്വാല പറന്നിറങ്ങുകയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നി. ഗേറ്റിൽ ഒരു പോലീസുകാരൻ നിൽപ്പുണ്ടായിരുന്നു. അയാൾ അറ്റൻഷനായി. തുറക്കടോ, അവൾ ഗർജിച്ചു. അയാൾ ഗേറ്റ് തുറന്നു. ജ്വാലയും പിന്നാലെ പോലീസുകാരും അകത്തേക്ക് പാഞ്ഞു. CI മുഹമ്മദിന്റെ നിർദ്ദേശാനുസരണം അവർ പെട്ടെന്ന് വീടിനു ചുറ്റും ഒരു വലയം തീർത്തു. ഭിത്തിയിൽ നെയിം പ്ലേറ്റ് ഉണ്ടായിരുന്നു. SP ചിദംബരം, സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്. ജ്വാല അതിലേക്ക് നോക്കി പുച്ഛഭാവത്തിൽ ചിരിച്ചു. SP ചിദംബരം, ആട്ടിൻ തോലണിഞ്ഞ ചെന്നായി. കെയിൻ നീട്ടി അവൾ കോളിംഗ് ബെല്ലിന്റെ സ്വിച്ച് അമർത്തി. അകത്ത് ഒരു നായ് കുരയ്ക്കുന്ന ശബ്ദം. 1/2 മിനിറ്റ് കഴിഞ്ഞാണ് വാതിൽ തുറക്കപ്പെട്ടത്. വെളുത്തു തുടുത്ത ഒരു തടിച്ച സ്ത്രീ, ചിദംബരത്തിന്റെ ഭാര്യ. യൂണിഫോമിൽ ഒരു സ്ത്രീ മുന്നിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ അവരുടെ മുഖത്ത് പരിഹാസമാണുണ്ടായത്. എന്തു വേണം? തെല്ലും മയമില്ലാത്ത ശബ്ദം. ചിദംബരം സാർ. എന്താ? അകത്തുനിന്ന് ചിദംബരത്തിന്റെ ശബ്ദം. ഒപ്പം അയാൾ വാതിൽക്കൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ജ്വാലയെയും മുറ്റം നിറയെ പോലീസുകാരെയും കണ്ടപ്പോൾ ആ നെറ്റിയിൽ ചുളിവുകൾ വീണു. ജ്വാല അയാളെ സല്യൂട്ട് ചെയ്യാനൊന്നും പോയില്ല. ഇങ്ങനെ പറഞ്ഞു, സാറ് 2-3 ദിവസമായി ലീവിലാണെന്നറിഞ്ഞു വന്നതാ. എന്തെങ്കിലും അസുഖം? ഭാര്യയെ കടന്ന ചിദംബരം സിറ്റൗട്ടിലേക്ക് ഇറങ്ങി വന്നു. എന്റെ ക്ഷേമം അന്വേഷിക്കാൻ നീ ആരാടി? എന്റെ ഭാര്യയോ? അത്രമാത്രം തരം താഴാൻ എനിക്ക് കഴിയില്ലെന്ന് സാറിന് അറിയാമല്ലോ. മാത്രവുമല്ല, ഈ നിൽക്കുന്ന മാംസപിണ്ഡം ക്ഷേമം നോക്കാറുമില്ലേ? അവൾ തിരിച്ചടിച്ചു. ചിദംബരവും ഭാര്യയും ഒപ്പം വിളറി. കഴിവറുടെ മോളെ, വീട്ടിൽ കയറി വന്ന് തോന്നിയാസം പറയുന്നോ? യു ആർ സസ്പെൻഡഡ്. അയാൾ പിന്നെയും ശബ്ദമുയർത്തി. പുളുത്തി, എന്റെ സാറേ, ചുമ്മാ വരട്ടല്ലേ. അതിനു പകരം എന്നെ അകത്തേക്കൊന്ന് ക്ഷണിക്കുകയെങ്കിലും ചെയ്തുകൂടെ? ഈ വീടൊക്കെ ഒന്ന് കാണാനെങ്കിലും പറഞ്ഞുകൂടെ? ചിദംബരത്തിന് അപകടം മണത്തു കഴിഞ്ഞുവെന്ന് ആ മുഖഭാവത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുമായിരുന്നു. എങ്കിലും സമർത്ഥമായി അതൊളിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇങ്ങനെ പ്രതികരിച്ചു. ഇറങ്ങണം ഇപ്പോൾ ഇവിടെ നിന്ന്. തൽക്കാലം യൂണിഫോം അഴിച്ചു വെച്ചേര്. ബാക്കിയൊക്കെ പിന്നെ തീരുമാനിക്കാം. ആരുടെ യൂണിഫോമാണ് അഴിയാൻ പോകുന്നതെന്ന് സെർച്ച് കഴിയുമ്പോൾ നമുക്കറിയാം. സെർച്ചോ? ഇവിടെയോ? നീയോ? നോ സാർ, പ്രോട്ടോകോൾ തെറ്റിക്കുന്നില്ല ഞാൻ.
വേണ്ടി വന്നാൽ നിങ്ങളുടെ അനുവാദമില്ലാതെ തന്നെ സെർച്ച് നടത്താൻ എനിക്കറിയാം. പക്ഷെ അത് വേണ്ട. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്. കോക്കനട്ട്, മുഴുത്ത തേങ്ങയെ. ചിദംബരം തെറിവിളിക്കാൻ ഭാവിക്കുമ്പോൾ ഒരു വാഹനത്തിന്റെ മൂളൽ കേട്ടു. ജ്വാലയും ചിദംബരവും ഗേറ്റിലേക്ക് നോക്കി. ഒരു വെളുത്ത കാർ. അത് വന്നു മുറ്റത്ത് നിന്നു. പോലീസുകാരനായ ഡ്രൈവർ ഇറങ്ങി. പിന്നിലെ ഡോർ തുറന്നു. IG തോമസ് ജോർജ് ഇറങ്ങി. ഏവരും അറ്റൻഷനായി. ജ്വാല ഒതുങ്ങി നിന്നു. അദ്ദേഹം നേരെ ചിദംബരത്തിന് മുന്നിലെത്തി. മിസ്റ്റർ ചിദംബരം, എനിക്ക് ഈ വീട് സെർച്ച് ചെയ്യണം. സർ, ഞാൻ നോ. അയാളെ തടഞ്ഞുകൊണ്ട് തോമസ് ജോർജ് ജ്വാലയെ നോക്കി. സെർച്ച്. ജ്വാലയും മുഹമ്മദും മോഹനനും മറ്റു ചില പോലീസുകാരും അകത്തേക്ക് കുതിച്ചു. സർ, ഞാൻ. ചിദംബരം എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ IG വീണ്ടും തടഞ്ഞു. കൂടെ കൂടെ അയാൾ വിയർക്കാൻ തുടങ്ങി. ഭാര്യയും. IG അവിടെ തന്നെ നിന്നു. പെട്ടെന്ന് ഫോൺ ശബ്ദിച്ചു. റെയ്ഡിന്റെ നിയമങ്ങൾ അറിയാവുന്നതിനാൽ ചിദംബരം ചലിച്ചില്ല. ഫോൺ ബെല്ലടിച്ചു നിന്നു. 10 മിനിറ്റിനുള്ളിൽ ജ്വാല ആ വസ്തുക്കൾ കണ്ടെത്തി. 2ാം നിലയിലെ ബാത്റൂം നിറയെ സ്ഫോടക വസ്തുക്കൾ, ആയുധങ്ങൾ. പത്രക്കാരും TV-ക്കാരും ഗേറ്റിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ജ്വാല തിരികെ വന്നു. മിസ്റ്റർ ചിദംബരം, യു ആർ അണ്ടർ അറസ്റ്റ് പറഞ്ഞിട്ട് IG ജ്വാലയെ നോക്കി. അവൾ കീശയിൽ നിന്ന് ഹാൻഡ് കഫ് വലിച്ചെടുത്തു. SP-യുടെ കയ്യിൽ വിലങ്ങ് വീണു. മോ. തലകുനിച്ചാണ് ചിദംബരം പുറത്തേക്ക് നടന്നത്. പത്രക്കാരും TV-ക്കാരും ഓരോ ദൃശ്യവും ഒപ്പിയെടുത്തു. വാർത്ത അറിഞ്ഞപ്പോൾ RK വർമ്മ കിടുങ്ങി വിറച്ചു. അയാൾ നമ്മുടെ പേര് പറയുമോ പപ്പ? സഞ്ജയിനും പേടി. ഇല്ലടാ, പറഞ്ഞാലും തെളിയിക്കാൻ അയാൾക്കാവില്ല. പക്ഷെ നമുക്ക് നഷ്ടമാകുന്നത് കോടികളാ. എന്തു പറയും പാർട്ടികളോട് നമ്മൾ? പെട്ടെന്ന് മൊബൈൽ ഫോൺ ശബ്ദിച്ചു. വർമ്മ അതെടുത്തു. ഞാനാടോ വർമ്മേ? അപ്പുറത്തുനിന്ന് കനത്ത ശബ്ദം. വർമ്മ ആളിനെ തിരിച്ചറിഞ്ഞു. ഇക്ബാൽ. യെസ്, കേണൽ ഇക്ബാൽ. അയാൾ ചിരിക്കുന്നു. നിന്റെ സ്വപ്നങ്ങൾ പിടഞ്ഞു വീഴുന്നത് സ്വർഗത്തിലിരുന്ന് എന്റെ സൈനബ കാണുന്നുണ്ടാവും. വർമ്മേ, ഇനി നിന്റെ ടേണാണ്. കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. ചിദംബരത്തിന് കൂട്ടായി ജയിലിലേക്ക് പോകാമെന്ന് കരുതണ്ട നീ. അങ്ങനെ രക്ഷപ്പെടാൻ നിന്നെ വിടില്ല ഞാൻ. കാത്തിരുന്നോ, കാതോർത്തിരുന്നോ മരണത്തിന്റെ കാലടി ഒച്ചകൾക്കായിട്ട്. ഫോൺ കട്ടായി. വർമ്മ അണപ്പല്ലുകൾ കടിച്ചമർത്തി. ആ മാധവൻ എവിടെ പോയി? പണ്ടാരമടങ്ങിയോടാ? അറിയില്ല സാബ്. ഏറെ നേരമായി മാധവനെ തിരക്കുകയായിരുന്നു അവർ. TV-കൾക്കും പത്രക്കാർക്കും കൊയ്ത്തായിരുന്നു അന്നും പിറ്റേന്നും. പിറ്റേന്ന് കോടതിയിൽ ഹാജരാക്കിയ ചിദംബരത്തെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് സബ് ജയിലിലേക്ക് അയച്ചു. 2 ദിവസങ്ങൾ പിന്നിട്ടു. തിരുവനന്തപുരത്ത് ലാബോറട്ടറി പരിശോധനയ്ക്ക് അയച്ചിരുന്ന വർമ്മയുടെ കോളയുടെ റിസൾട്ട് വന്നു. ജ്വാല പ്രതീക്ഷിച്ചതുപോലെ തന്നെ. കോളയിൽ നേരിയ തോതിൽ മയക്കുമരുന്ന് കലർന്നിട്ടുണ്ട്. ഒരിക്കൽ കുടിക്കുന്നവന് വീണ്ടും കുടിക്കുവാൻ അത് പ്രേരകമാവും. അങ്ങനെയാണ് ഇത്രയും വേഗത്തിൽ വർമ്മയുടെ കോള മറ്റു കമ്പനികളെ പിന്തള്ളി 1ാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരുന്നത്. എല്ലാം അറിഞ്ഞപ്പോൾ ജ്വാലയോട് വല്ലാത്ത ഒരു തരം ബഹുമാനമാണ് മുഹമ്മദിനുണ്ടായത്. പലവട്ടം കോള കഴിച്ചിട്ടും തനിക്ക് ഇങ്ങനെയൊരു സംശയം തോന്നിയിരുന്നില്ലല്ലോ. മുഹമ്മദ്, ജ്വാല വിളിച്ചു. സാർ, ഇനി താമസിക്കണ്ട. വർമ്മയെ കസ്റ്റഡിയിലെടുക്കണം. കോള കമ്പനി സീല് വെക്കണം സാർ. ക്വിക്ക്. ആ ക്ഷണം ഫോൺ ശബ്ദിച്ചു. യെസ്. അവൾ അറ്റൻഡ് ചെയ്തു. ജ്വാല, ആം SP. അരമണിക്കൂറായി ജോയിൻ ചെയ്തിട്ട്. യു കം വിത്ത് മീ സാർ. പുതിയ SP ഉടൻ വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിലും ഇത്ര വേഗം പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്ങനെയുള്ള ആളായിരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് അവൾ അവിടേക്ക് ചെന്നത്. ഹാഫ് ഡോറിൽ മൃദുവായി മുട്ടി. മേ ഐ കമിൻ സാർ? യെസ്. മുഴക്കമുള്ള ശബ്ദം. ജ്വാല അകത്ത് കടന്ന് അറ്റൻഷനായി. സാർ. SP മുഖമുയർത്തി. ആ മുഖം കണ്ട ജ്വാല IPS സല്യൂട്ട് ചെയ്ത കൈ പിൻവലിക്കാൻ പോലും മറന്ന് അത്ഭുത സ്തബ്ധയായി നിന്നുപോയി. അത് അയാളായിരുന്നു. സൂര്യൻ IPS. അധ്യായം 34. ജ്വാല IPSന്റെ മിഴികൾ ചിമ്മിയില്ല. സല്യൂട്ട് ചെയ്ത കൈ പിൻവലിഞ്ഞുമില്ല. ശരീരത്തപ്പാടെ മരവിപ്പ് ബാധിച്ച അവസ്ഥയായിരുന്നു അവൾ. താൻ കാണുന്നത് സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്ന് തിരിച്ചറിയുവാൻ കഴിയാത്ത അവസ്ഥ. ജ്വാലേ, സൂര്യൻ IPSന്റെ ശബ്ദമാണ് അവളെ ഉണർത്തിയത്. സാർ. അവളുടെ മുഖത്ത് ജാള്യമുണ്ടായി. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല സാർ. സൂര്യൻ ചിരിച്ചു. ചിലർ അങ്ങനെയാണ് ജ്വാലെ. മുന്നിൽ കാണുന്ന സത്യത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോകും. ഇവിടെ എന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. മരിച്ചുവെന്ന് ഏവരും കരുതിയിരുന്ന ഞാൻ തിരിച്ചു വന്നപ്പോൾ, അതും പ്രമോഷനോട് കൂടി തന്നെ. നാളത്തെ പത്രങ്ങൾക്ക് അതൊരു ആഘോഷമാണ്. എന്ന് TV-ക്കാർക്കും. ഫോൺ കോളുകൾ കൊണ്ട് എനിക്കിവിടെ ഇരിക്കാൻ കഴിയാതെ ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അവർ വിവരം മണത്തറിഞ്ഞിരിക്കുന്നു. എന്താണുണ്ടായതെന്ന് എല്ലാവർക്കും അറിയണം. വൈകിട്ട് ഞാനൊരു പ്രസ് കോൺഫറൻസ് വെച്ചിട്ടുണ്ട്. ജ്വാല അമുഖത്തു നിന്ന് കണ്ണുകൾ പിൻവലിക്കാതെ നിൽക്കുകയായിരുന്നു.
ജ്വാല, ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു സാർ. അവൾ അയാൾക്കെതിരെ കസേരയിൽ ഇരുന്നു. പിന്നെ തൊപ്പിയെടുത്ത് മടിയിൽ വെച്ചു. അപ്പോൾ മറ്റൊരാൾ കൂടി അങ്ങോട്ട് കയറി വന്നു. ജ്വാല അത്ഭുതപ്പെട്ടു. കേണൽ ഇക്ബാൽ. പപ്പ, മോളവിടെ ഇരിക്കി. അയാളും ഇരുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല പപ്പ. ഇക്ബാൽ സൂര്യനെ നോക്കി. സൂര്യ, മോളുടെ മനസ്സ് എനിക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നടന്നത് ചുരുക്കത്തിൽ ഇവളോടങ്ങ് പറഞ്ഞേക്കാം. ഓക്കെ. താൻ വർമ്മയുടെ തടവിലായത് വരെ സൂര്യൻ പറഞ്ഞു. ബാക്കി പറഞ്ഞത് ഇക്ബാലാണ്. സൂര്യൻ മരിച്ചിട്ടില്ലെന്ന് എനിക്ക് നേരത്തെ സംശയമുണ്ടായിരുന്നു. പക്ഷെ കണ്ടെത്താൻ വൈകിപ്പോയി. കണ്ടെത്തിയപ്പോഴേക്കും ഇയാൾ വല്ലാതെ തളർന്നു പോയിരുന്നു. അതുകൊണ്ട് തന്നെ കുറെ കാലം വിശ്രമം വേണമെന്നും പുറത്തുനിന്ന് കളിക്കാനും ഞങ്ങൾ തീരുമാനിച്ചു. ഇപ്പോൾ പറ്റിയ സമയം വന്നു. ഹോം മിനിസ്റ്ററുടെ മുന്നിൽ ഹാജരായി. പ്രൊമോഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്ന അവസരമായിരുന്നതിനാൽ ഭാസ്കരന് വഴങ്ങാതിരിക്കാനുമായില്ല. കാരണം അയാളുടെ മന്ത്രി കസേര ഇളകാൻ പാകത്തിലുള്ള പലതും സൂര്യനറിയാം. തൽക്കാലം മന്ത്രിയെ വെറുതെ വിടാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. പൊതുശത്രു വർമ്മയാണല്ലോ. മാത്രവുമല്ല, ഒരു ട്രാപ്പിൽപ്പെടുത്തി മന്ത്രിയെ തന്റെ ചൊൽപ്പടിക്ക് നിർത്തുകയായിരുന്നു വർമ്മ. ജ്വാലയ്ക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായി. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി അറിയാനുണ്ട്. ചോദിച്ചോളൂ. സൂര്യനാണ് പറഞ്ഞത്. ആ ഡയറി, അത് എനിക്കയച്ചു തന്നത് ആരാണ്? ഞാൻ. ഇക്ബാൽ തലയിളക്കി. വർമ്മയുടെ ആളുകൾ അത് കൊണ്ടുപോകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് തട്ടിയെടുത്തതും പിന്നെ നിനക്ക് അയച്ചു തന്നതും ഞാനാണ്. വർമ്മയ്ക്ക് വരും എന്ന് പറഞ്ഞ ബോൾ പെൻ അതിനിയും വന്നിട്ടില്ല. അതിനുള്ളിൽ മയക്കുമരുന്നാണ്. കോളേജ് ക്യാമ്പസുകളിൽ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ അതെത്തിക്കാനുള്ള പരിപാടിയായിരുന്നു വർമ്മയുടേത്. ഞാൻ വർമ്മയുടെ കോള കമ്പനി റെയ്ഡ് ചെയ്യാൻ തീരുമാനിച്ചപ്പോഴാണ് സാർ വിളിച്ചത്. അവളുടെ കണ്ണുകൾ സൂര്യന്റെ കണ്ണുകളുമായി കൊരുത്തു. അയാൾ കോളയിൽ മയക്കുമരുന്ന് ചേർത്താണ് വിൽക്കുന്നത്. ഞാൻ ഇക്കാര്യം നേരത്തെ അറിഞ്ഞിരുന്നു. ആ രാത്രിയാണ് എല്ലാം തകിടം മറിഞ്ഞത്. സൂര്യൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അന്ന് വർമ്മയോടൊപ്പം നിന്ന് എനിക്കെതിരെ ആഞ്ഞടിച്ച ലക്ഷ്മണനെ അങ്ങനെയാക്കിയത് ഞാനാണ്. അല്പം ക്രൂരമായി പോയില്ലേ സാർ? നോ, കുറഞ്ഞുപോയി എന്ന് എനിക്കിപ്പോഴും തോന്നുന്നുള്ളൂ. ജ്വാലയ്ക്കറിയാമോ, നിന്റെ അച്ഛന്റെ കൊലപാതകം പോലും ലക്ഷ്മണന്റെ അറിവോടെയായിരുന്നു. അവൾ മിണ്ടിയില്ല. ഇക്ബാൽ പറഞ്ഞു, ഉടനെ വർമ്മയെ പിടിക്കണം, അല്ലെങ്കിൽ അയാൾ രക്ഷപ്പെടും. നോ. സൂര്യൻ ചാടി എണീറ്റു. ജ്വാല, ഗെറ്റ് റെഡി. ഇനി ശുദ്ധികലശം. ജ്വാലയും ചാടി എണീറ്റു. അപ്പോൾ CI മുഹമ്മദ് കടന്നു വന്നു. അയാളും SP കണ്ട് അമ്പരന്നു. സാർ. സൂര്യൻ പുഞ്ചിരിച്ചു, തലയിളക്കി. മുഹമ്മദിന്റെ കണ്ണുകളിൽ ഒരു നനവ് പടർന്നു. ഈ നേരത്ത് സൂര്യന്റെ പുതിയ വരവ് ഒരു ഇടിവെട്ട് പോലെ RK വർമ്മ അറിഞ്ഞിരുന്നു. ബാബുവേ, നിലവിളി പോലെയാണ് വർമ്മ വിളിച്ചത്. ഗുണ്ട പാഞ്ഞെത്തി. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ കുടുങ്ങും സാബ്. പ്രിയങ്ക നമ്മുടെ കസ്റ്റഡിയിലുണ്ടെങ്കിൽ അവർ ഒന്ന് പരുങ്ങും. സൂര്യനും ജ്വാലയും ഒന്ന് ചേർന്ന് കഴിഞ്ഞു സാബ്. വർമ്മ ഉദ്ദേശിച്ചതെന്താണെന്ന് ഇസ്രായേൽ ബാബുവിന് വ്യക്തമായിരുന്നു. പ്രിയങ്ക ഒറ്റയ്ക്ക് വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. മദൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോയിരിക്കുകയാണ്. ജ്വാല ഓഫീസിലും. ഒരു പഴയ തുണി തുന്നിക്കൊണ്ട് വിസിറ്റിംഗ് റൂമിൽ ഇരിക്കുകയായിരുന്നു അവർ. യന്ത്രം കണക്കെ ആ ജോലി തുടരുന്നുണ്ടെങ്കിലും പ്രിയങ്കയുടെ മനസ്സാകെ പ്രക്ഷുബ്ധമായിരുന്നു. രാവിലെ ജ്വാല പോയപ്പോൾ മുതൽ തുടങ്ങിയതാണ്. ഇന്ന് മാത്രമല്ല, ഏതാനും ദിവസങ്ങളായി ഇതുതന്നെയാണ് അനുഭവം. വർമ്മയ്ക്കെതിരെ തുറന്ന പോരാട്ടത്തിലാണല്ലോ അവൾ. അയാൾ അടങ്ങിയിരിക്കില്ലെന്ന് പ്രിയങ്കയ്ക്കറിയാം. ആ മനസ്സിലെ ക്രൂരതയെക്കുറിച്ച് തന്നെക്കാൾ കൂടുതൽ അറിഞ്ഞവർ ആരുമില്ലല്ലോ. പ്രിയങ്ക ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അറിയാവുന്ന ഈശ്വരന്മാരോടൊക്കെ തന്റെ പൊന്നുമോളെ കാത്തുകൊള്ളണമേ എന്ന് ഉള്ളുരുകി പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. പുറത്ത് കത്തിക്കളന്ന വെയിൽ. ഗേറ്റ് കടന്ന് ഒരു ടാറ്റാ സുമോ അലറിക്കുതിച്ചു വന്നു. പോർച്ചിൽ അതിന്റെ ചക്രങ്ങൾ ഉരഞ്ഞു കത്തി നിന്നു. ഇസ്രയേൽ ബാബുവും മറ്റു രണ്ടുപേരും അതിൽ നിന്ന് കുതിച്ചിറങ്ങി. പുറത്തു വന്നിരിക്കുന്നത് ആരെന്നറിയുവാൻ പ്രിയങ്ക തലതിരിച്ചതേയുള്ളൂ. അപ്പോഴേക്കും തറ ചവിട്ടിമെതിച്ച് അകത്തെത്തി കഴിഞ്ഞിരുന്നു അവർ. അപകടം ആസന്നമായെന്ന് പ്രിയങ്കയ്ക്ക് ഉറപ്പായി. അവർ ചാടി എണീറ്റു. കയ്യിൽ നിന്ന് തുണിയും സൂചിയും വഴുതിപ്പോയി. ഒരു ഗറില്ലയെ പോലെ പല്ലടിച്ചുകൊണ്ട് ബാബു അവരുടെ നേർക്കടുത്തു. പതിഞ്ഞൊരു നിലവിളിയോടെ അകത്തേക്ക് ഓടാൻ ഭാവിക്കുകയായിരുന്നു പ്രിയങ്ക. പക്ഷേ ബാബു അവരുടെ കയ്യിൽ പിടികൂടി. നില്ലടി കഴിവറുടെ മോളെ അവിടെ. ആർക്ക് വായ്ക്കരിയിടാൻ പോകുവാടി നീ? പ്രിയങ്ക കുതറി. ബാബു ചിരിച്ചു. നിന്റെ പോലീസുകാരി മോളെ വിളിക്കടി, അവള് വന്ന് നിന്നെ രക്ഷിക്കട്ടെ. ബാബു വിടടാ. അവർ അവന്റെ കരണത്തടിക്കാൻ ഭാവിച്ചു. എന്നാൽ ഒരു പൂവ് പിടിക്കുന്ന ലാഘവത്തോടെ അവൻ ആ കയ്യിലും പിടിമുറക്കി. മോൾക്ക് അമ്മയോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് ഞങ്ങൾ കൂടി ഒന്നറിയട്ടടി. അവൾ നിന്നെ രക്ഷിക്കാൻ വരുന്നത് ഞങ്ങളൊന്ന് കാണട്ടെ. പ്രിയങ്കയുടെ കണ്ണുകൾ രണ്ട് അരുവികൾ തീർത്തു കഴിഞ്ഞിരുന്നു. തനിക്കിനി രക്ഷയില്ലെന്ന് അവർക്കുറപ്പായി. ഈ പരിസരത്തെങ്ങും ആരുമില്ല താനും. പൊടുന്നനെ ഒരു ബുദ്ധി തോന്നിയതുപോലെ അവർ അവന്റെ കയ്യിൽ കടിച്ചു. ഹാ, അറിയാതെ പിടിവിട്ടുപോയി ഇസ്രായേൽ ബാബു. ആ തക്കത്തിന് പ്രിയങ്ക അകത്തേക്ക് കുതിച്ചു. പിടിക്കടാ അവളെ, ബാബു ഗർജിച്ചു. അനുയായികൾ അവരുടെ പിന്നാലെ ഓടി. പ്രിയങ്ക അപ്പോഴേക്കും ഒരു മുറിക്കുള്ളിൽ കയറി വാതിൽ ചേർത്തടച്ചു ലോക്ക് ചെയ്തു.
പിന്നെ അതിൽ ചാരി നിന്ന് കിതച്ചു. ബാബുവിന്റെ അനുചരന്മാർ വാതിലിൽ ആഞ്ഞാഞ്ഞ് ഇടിക്കാൻ തുടങ്ങി. അതിപ്പോൾ തന്റെ മുകളിലേക്ക് മറിഞ്ഞു വീഴുമെന്ന് പ്രിയങ്കയ്ക്ക് തോന്നി. ഇസ്രയേൽ ബാബുവും അങ്ങോട്ടെത്തി. മാറി നിൽക്കണടാ. അനുചരന്മാർ അകന്നു മാറി. ബാബു മുന്നോട്ട് കുതിച്ച് വാതിൽ ഒറ്റ ചവിട്ട്. പ്രിയങ്ക തെറിച്ച് തറയിൽ വീണു. വാതിലിന്റെ ലോക്കുകൾ ഇളകിപ്പോയി. ബാബു അകത്തേക്ക് കയറി. പ്രിയങ്കയുടെ തലമുടിയിൽ കുത്തിപ്പിടിച്ച് ഉയർത്തി. ആ കവളിൽ ആഞ്ഞാഞ്ഞടിച്ചു. അവരുടെ കണ്ണിൽ മുളകുപൊടി വീണ പ്രതീതി. ചുണ്ടുമുറിഞ്ഞ് ചോര കിനിഞ്ഞു. ബാബു മുടിയിലെ പിടിവിടാതെ അവരെ പുറത്തേക്ക് വലിച്ചിഴച്ചു. പോർച്ചിൽ കൊണ്ടുവന്ന് സുമോയിലേക്ക് തള്ളി. അവരും ചാടിക്കയറി. സുമോ പിന്നോട്ട് നീങ്ങി. അവിടെയുണ്ടായിരുന്ന പൂച്ചട്ടികൾ ഉടഞ്ഞു. സുമോ വെട്ടിത്തിരിഞ്ഞ് അത് കേറ്റ് കടന്നുപോയി. അതിൽ നിന്ന് പ്രിയങ്കയുടെ നിലവിളി പുറത്തേക്കൊഴുകി. അപ്പോൾ എതിരെ വന്ന ഡ്രൈവിംഗ് സ്കൂളുകാരുടെ കാറിൽ മദനുണ്ടായിരുന്നു. തന്റെ വീട്ടിൽ നിന്ന് സുമോ പുറത്തേക്ക് വരുന്നത് അവൻ കണ്ടിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ അത് വർമ്മയുടെ വണ്ടിയാണെന്ന് അവൻ ഉറപ്പായി. അതിൽ നിന്ന് നിലവിളി കൂടി കേട്ടപ്പോൾ അവന്റെ സംശയം ഇരട്ടിച്ചു. ആശാനെ, ആ സുമോ പിടിക്കണം, അവൻ തന്റെ ഗുരുവിനോട് പറഞ്ഞു. ആശാൻ ശിഷ്യനെ മാറ്റിയിട്ട് ഡ്രൈവിംഗ് വീലിന് പിന്നിലെത്തി. കാർ അവിടെയിട്ട് തന്നെ തിരിച്ചു. റോഡിന്റെ ഹൃദയത്തെ ചതച്ചുകൊണ്ട് സുമോയ്ക്ക് പിന്നാലെ നീങ്ങി. അപ്പോൾ നഗരത്തിലൂടെ വർമ്മയുടെ കോള കമ്പനിയിലേക്ക് പായുകയായിരുന്നു പോലീസ് വാഹനങ്ങൾ. കമ്പനി വളപ്പിലേക്ക് ഇരച്ചു കയറിയ വാഹനങ്ങളിൽ നിന്നിറങ്ങിയ പോലീസുകാർ നേരത്തെ കിട്ടിയിരുന്ന നിർദ്ദേശമനുസരിച്ച് ക്ഷണത്തിൽ കമ്പനി വളഞ്ഞു. CI മുഹമ്മദിനായിരുന്നു ആ ഓപ്പറേഷന്റെ ചുമതല. എന്നാൽ അവർ അകത്തേക്ക് കയറുവാൻ വാച്ചർ സമ്മതിച്ചില്ല. അപ്പോഴേക്കും കരുതി നിന്നിരുന്നത് പോലെ തൊഴിലാളികളും എത്തി. അവരുടെ നേതാവെന്ന് തോന്നിക്കുന്ന ഒരുവൻ പുച്ഛഭാവത്തിൽ പോലീസിനെ നോക്കി. എന്നതാ സാറന്മാരെ ഇവിടെ പ്രശ്നം? മുഹമ്മദ് അണപ്പല്ലുകൾ കടിച്ചു ഞെരിച്ചു. പ്രശ്നമൊക്കെ പറഞ്ഞു തരാം, ആദ്യം ഞങ്ങളുടെ ജോലി നടക്കട്ടെ. റെയ്ഡോ? ആദ്യം കേൾക്കുന്ന ഭാവത്തിൽ അയാൾ പരിഹസിച്ചു. വർമ്മ സാബിന്റെ കമ്പനിയിലോ? മുഹമ്മദ് അയാളുടെ കണ്ണുകളിലേക്ക് തന്നെ നോട്ടം നട്ടു. ധരിച്ചിരിക്കുന്ന കാക്കിയും തൊപ്പിയും ഇതുപോലെ തന്നെ ശരീരത്തിൽ ഉണ്ടായിരിക്കണമെന്ന് സാറന്മാർക്ക് യാതൊരു നിർബന്ധവും ഇല്ലെന്നാണോ? അയാൾ തുടർന്ന് തിരക്കി. മുഹമ്മദിന്റെ ഉരുക്കുമുഷ്ടിയാണ് അതിന് മറുപടി പറഞ്ഞത്. അയാൾ മുഖം ചതഞ്ഞ് പിന്നോട്ട് വേച്ചു. അത് കണ്ട് മറ്റുള്ള തൊഴിലാളികൾ പതറിപ്പോയി. പോലീസ് അകത്തേക്ക് ഇരച്ചു കയറി. കോളാക്കൊപ്പികൾ തല്ലി തകർത്തു. അവസാനം ഒരു രഹസ്യമുറിയിൽ നിന്ന് 2 കിലോയോളം ബ്രൗൺ ഷുഗർ കണ്ടെടുക്കുകയും ചെയ്തു. കോളയിൽ അല്പാൽപമായി ചേർക്കാൻ വെച്ചിരുന്നതായിരുന്നു അതെന്ന് തൊഴിലാളികൾ സമ്മതിച്ചു. പോലീസ് കമ്പനി പൂട്ടി സീൽ വെച്ചു. തൊഴിലാളികളെ കസ്റ്റഡിയിലെടുത്തു. ഒരു സംഘം ആയുധധാരികളായ പോലീസുകാരെ അവിടെ നിർത്തിയിട്ട് മുഹമ്മദ് മടങ്ങി. ഈ നേരത്ത് RK വർമ്മയുടെ ബംഗ്ലാവിൽ എത്തിയിരുന്നു സൂര്യനും ജ്വാലയും അടങ്ങുന്ന സംഘം. അവർക്കൊപ്പം ഇക്ബാലും ഉണ്ടായിരുന്നു. എന്നാൽ വല്ലാത്തൊരു നിശബ്ദതയായിരുന്നു വർമ്മയുടെ ബംഗ്ലാവിൽ. പ്രധാന വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. പുറത്ത് വാഹനങ്ങളൊന്നും കാണാനുമില്ല. ജ്വാലയും സൂര്യനും മുഖാമുഖം നോക്കി. ഇര രക്ഷപ്പെട്ടോ? ഇരുവരും അകത്തേക്ക് കുതിച്ചു കയറിയത് ഒരേ നേരത്താണ്. വിസിറ്റിംഗ് റൂമിൽ തളർന്ന് അവശനായി ഒരു വൃദ്ധൻ ഇരിപ്പുണ്ടായിരുന്നു, വടിമൊപ്പിയെന്ന്. പോലീസിനെ കണ്ടപ്പോൾ അയാൾ ഒരു വിധത്തിൽ എണീറ്റു. അയാളുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരിക്കുന്നതും ചുണ്ടുകൾ മുറിഞ്ഞ് രക്തം കിരിഞ്ഞിരിക്കുന്നതും അവർ കണ്ടു. വർമ്മ! സൂര്യന്റെ ശബ്ദം ആ ബംഗ്ലാവിന്റെ ഓരോ മൂലയിലും തല്ലി അലച്ചു. അവൻ ഇവിടെ ഇല്ല. മൂപ്പിന്ന് പിറുപിറുത്തു. ഞാനും എണീക്കാൻ പറ്റാത്ത രേവതിയും മാത്രമേ ഇവിടെ ഉള്ളൂ. ബാക്കി എല്ലാവരും പോയി. എവിടേക്ക്? അറിയത്തില്ല സാറേ. അവൻ എന്നെ തല്ലിയത് കണ്ടോ? എന്നെയും രേവതിയും ആർക്കും വേണ്ട. ജ്വാല മുന്നോട്ട് നീങ്ങി. രേവതിയുടെ മുറിയിൽ അവളെത്തി. എണ്ണയുടെയും കുഴമ്പിന്റെയും ഗന്ധമുള്ള മുറി. കട്ടിലിൽ ജീവനുള്ള ഒരു അസ്ഥിപഞ്ജരമായി രേവതി. ആന്റി! അവൾ വിളിച്ചു. രേവതിയുടെ കണ്ണുകൾ ഒന്നനങ്ങി. വിറയ്ക്കുന്ന കൈ പതിയെ ഉയർന്നു. ജ്വാലമോളെ! ദുർബലമായ ആ കൈയിൽ അവൾ തെരിപ്പിടിച്ചു. എനിക്ക് തൃപ്തിയായി മോളെ. തെല്ലു സമയം കഴിഞ്ഞു. ഞാൻ പിന്നെ വരാം ആന്റി. അവരുടെ കൈ പതിയെ വേർപ്പെടുത്തിയിട്ട് ജ്വാല തിരിച്ചുപോയി. വർമ്മ എങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്ന് ചിന്തിക്കുകയായിരുന്നു ഇക്ബാലും സൂര്യനും. പെട്ടെന്നൊരുത്തരം കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ജ്വാലയുടെ മൊബൈൽ ഫോൺ ശബ്ദിച്ചു. അവൾ അത് കാതോട് ചേർത്തു. യെസ്, ഞാനാ ജ്വാലെ. മദന്റെ പതറിയ ഭീതി നിറഞ്ഞ ശബ്ദം. പിന്നെ ശക്തമായ കിതപ്പ്. ജ്വാല IPSന്റെ ഹൃദയം കുപ്പിച്ചില്ലുകളാൽ കുത്തിക്കീറപ്പെട്ടതുപോലെ മുറിഞ്ഞു നൊന്തു. അധ്യായം 35. എന്തുപറ്റി ഏട്ടാ? മനസ്സിൽ തിളച്ചു പൊന്തിയ ഉദ്യോഗത്തെ തെല്ലടക്കി സംയമനം കൈയടക്കാൻ ശ്രമിച്ചുകൊണ്ടായിരുന്നു ജ്വാലയുടെ ചോദ്യം. മമ്മിയെ അവര് കൊണ്ടുപോയി, ഒരു സുമോയിൽ. ഞാൻ പിന്നാലെ പോയെങ്കിലും അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മദൻ കരയുകയാണെന്ന് ജ്വാലയ്ക്ക് തോന്നി. ഏട്ടൻ ഇപ്പോൾ എവിടുന്നാ? ഇവിടെ ഒരു ബൂത്തിൽ നിന്ന് അവൻ സ്ഥലം പറഞ്ഞു. ഏട്ടൻ അവിടെ തന്നെ നിൽക്ക്, ഞാൻ ആ വഴി വരാം. ഏറ്റവും ചീപ്പായ കളി കളിക്കുകയാണ് വർമ്മയെന്ന് അവൾക്കുറപ്പായി.
ഫോൺ ഓഫ് ചെയ്തിട്ട് അവൾ സൂര്യനോടും മറ്റും വിവരം പറഞ്ഞു. സൂര്യൻ IPS കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. പോലീസ് റോഡുകൾ ബ്ലോക്ക് ചെയ്തു അന്വേഷണം തുടങ്ങി. ജ്വാല വിളറിയിരിക്കുന്നത് കണ്ട് ഇക്ബാൽ അവളുടെ അടുത്തെത്തി. ഒരു കാൽ നഷ്ടപ്പെട്ടെങ്കിലും അദ്ദേഹം നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും തോന്നില്ലായിരുന്നു. മികച്ച കൃത്രിമ കാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കേണൽ ഇക്ബാൽ അവളുടെ തോളിൽ കൈവച്ചു. മോള് വിഷമിക്കണ്ട, ഞങ്ങളും ഇത്ര വലിയൊരു ഫോഴ്സും ഒപ്പമില്ലേ. നിന്റെ മമ്മിയെ യാതൊരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഞങ്ങൾ കൊണ്ടുവരും. ജ്വാലയുടെ കണ്ണുകൾ പതിയെ നിറയാൻ തുടങ്ങുകയാണെന്ന് അദ്ദേഹത്തിന് തോന്നി. സമയം കടന്നുപോയി. SP ഓഫീസിൽ ഒരു മെസ്സേജിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു സൂര്യനും ജ്വാലയും. മദനുമുണ്ടായിരുന്നു അവിടെ. ഇക്ബാൽ അന്വേഷണവുമായി പോയിരിക്കുകയാണ്. നിമിഷങ്ങൾക്ക് യുഗങ്ങളുടെ ദൈർഘ്യമുണ്ടെന്ന് ജ്വാലയ്ക്ക് തോന്നി. മമ്മിയെ വർമ്മ ഉപദ്രവിക്കുമോ? എങ്കിൽ അവളുടെ കടപ്പല്ലുകൾ ഞെരിഞ്ഞമർന്നു. പകൽ പോയി, സന്ധ്യ വന്നു. അപ്പോൾ ഇക്ബാലിന്റെ സന്ദേശം അവരെ തേടിയെത്തി. വർമ്മയുടെ താവളം കണ്ടുപിടിച്ചു. കല്ലുരുട്ടി കവലയിലൂടെ നേരെ വരിക. അവിടെ പുതുതായി പണി കഴിച്ചു കൊണ്ടിരിക്കുന്ന ഫ്ളാറ്റിൽ അവരുണ്ട്. പുതുജീവൻ കിട്ടിയതുപോലെ അവർ എണീറ്റു. പെട്ടെന്ന് ജ്വാല സൂര്യനോട് പറഞ്ഞു, സാർ, ഇരുട്ടിനെ മറയാക്കി ഒരു ആക്രമണം നടത്തുന്നതാവും നല്ലത്. പോലീസുമായി നേരെ അങ്ങോട്ട് ചെന്നാൽ അവർ മമ്മിയെ. ജ്വാല പറയുന്നതിലും കാര്യമുണ്ടെന്ന് സൂര്യന് തോന്നി. അയാൾ തലകുലുക്കി. ഈ നേരത്ത് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഫ്ളാറ്റിന്റെ 3-ാം നിലയിൽ വർമ്മയും മക്കളും ഗുണ്ടകളും ഉണ്ടായിരുന്നു. ഒരു തൂണിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ പ്രിയങ്കയും. അവർക്ക് മുന്നിൽ ഒരു മെഴുകുതിരിയുടെ വെളിച്ചമേ ഉള്ളൂ. പ്രിയങ്കയുടെ കവളുകളിൽ അടിയേറ്റ് തിണർത്ത പാടുകൾ കാണാം. വർമ്മ അല്പം മൂക്കിൽ പൊടിയെടുത്ത് വലിച്ചു. പന്ന നായിന്റെ മോളെ, നിന്റെ മോള് കുറേയേറെ കളി കളിച്ചടി. ഇന്നോടെ എല്ലാം തീരുകയാണ്. അവൾക്കുള്ള സമ്മാനമായി നിന്റെ ശവം അങ്ങോട്ടിട്ട് കൊടുക്കും ഞാൻ. ഇവിടെയാണ് ഇപ്പോൾ ഞാനെന്ന് നിന്റെ ചത്തുപോയ കെട്ടിയൻ നോക്കിയാലും മനസ്സിലാവില്ല. ചതിയൻ. പ്രിയങ്ക കാറിത്തുപ്പി. അതേടി, ചതിയനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അവസാനത്തെ ചതി നടത്താൻ പോകുകയാണ് ഞാൻ. നിന്റെ മോള് എത്ര വലിയവളാണെങ്കിലും എന്റെ നിഴലിൽ തൊടാൻ പോലും കഴിയില്ലടി. ഈ രാത്രി ഞങ്ങളിവിടം വിടും. സഞ്ജയും സനലും സബിതയും ഒക്കെ ഒരു നാടകം കാണുന്നത് പോലെ എല്ലാം നോക്കിയിരിക്കുകയാണ്. കണക്കറ്റ കറൻസികളുമായി യാത്ര. കടൽ മാർഗം തൽക്കാലം അതേ രക്ഷയുള്ളൂ. ആഭ്യന്തരനായിരുന്നു അവസാനത്തെ അത്താണി. പക്ഷേ അയാളും ഈ അവസരത്തിൽ കൈയൊഴിഞ്ഞിരിക്കുന്നു. താഴെ 4 പേരെ കാവൽ നിർത്തിയിട്ടുണ്ട്. ആൾ ബലവും തനിക്ക് കുറവാണെന്ന് വർമ്മ ഓർത്തു. ഇപ്പോഴത്തെ ഏകബലം പ്രിയങ്കയാണ്. മമ്മി മരിക്കാൻ ജ്വാല സമ്മതിക്കില്ലെന്ന് തനിക്ക് നന്നായി അറിയാം. മർദ്ദമാധവന് എന്തു പറ്റിയെന്നാണ് ഇപ്പോഴും അറിയാത്തത്. ഒരു പക്ഷേ ശത്രുക്കളുടെ വലയിൽ കുടുങ്ങിയോ? രാത്രിക്ക് കനം വർദ്ധിക്കുകയാണ്. താഴെ വീടിയും പുകച്ച് കാവലിരുന്നവർ തൊട്ടരികിൽ ഇരുൾ പിടച്ചതുപോലെ ഞെട്ടിത്തിരിഞ്ഞു. സത്യമാണതെന്ന് മനസ്സിലായപ്പോഴേക്കും ഇരുളിലൂടെ ഉരുക്കുമുഷ്ടികൾ ചീറി വന്നു. അമർത്തിയ നിലവിളിയോടെ അവർ കുഴഞ്ഞു വീണു. ഇനി ആരും അവിടെയില്ലെന്ന് ഉറപ്പായ സൂര്യൻ അടയാളമായി ഒരു വട്ടം ലൈറ്റർ മിന്നിച്ചു. കാത്തുനിന്നിരുന്ന പോലീസുകാർ ഇരുളിൽ കെട്ടിടത്തിന് ഒരു വലയം തീർത്തു. അപ്പോൾ 3-ാം നിലയിൽ വർമ്മയുടെ മൊബൈൽ ഫോൺ ശബ്ദിച്ചു. ചുളിഞ്ഞ നെറ്റിയോടെ അതിൽ തെളിഞ്ഞ നമ്പർ നോക്കിയിട്ട് അയാൾ കാതോട് ചേർത്തു. എടാ പന്നി വർമ്മേ, നിനക്കുള്ള ശവപ്പെട്ടി വാങ്ങിക്കഴിഞ്ഞു ഞാൻ. യാത്രക്കൊരുങ്ങി നിൽക്കുന്ന നിന്നെ എത്രയും വേഗം അങ്ങേ ലോകത്തേക്ക് അയക്കുന്നുണ്ട് ഞാൻ. ഇക്ബാലിന്റെ കത്തുന്ന ശബ്ദം കാതിലേക്ക് ചീറി വീണു. വർമ്മ ഒന്ന് കിടുങ്ങി. തന്റെ താവളം കേണൽ കണ്ടെത്തിയോ? നാവിറങ്ങി പോയോടാ. ഇക്ബാൽ പിന്നെയും തിരക്കി. മരിക്കാൻ നിനക്ക് ഭയമാണെന്ന് തോന്നുന്നല്ലോ. വർമ്മ മിണ്ടിയില്ല. ഫോൺ ഓഫ് ചെയ്യാൻ ഭാവിക്കുമ്പോൾ പിന്നിൽ നിലവിളി കേട്ടു. തീക്കൊള്ളി കൊണ്ട് പുറത്തു കുത്തുന്ന അനുഭവമായിരുന്നു എല്ലാവർക്കും. തിരിഞ്ഞു നോക്കുമ്പോൾ മെഴുകുതിരി വെളിച്ചത്തിൽ ആ കാഴ്ച അവരെ ഞെട്ടിച്ചു. ഇസ്രയേൽ ബാബുവിനെ ഉയർത്തി ഒരാൾ വട്ടം കറക്കുന്നു. മദൻ. എടാ പൊട്ട, വർമ്മ ഗർജിച്ചു. അത് നിന്റെ അപ്പൻ എന്ന് പറഞ്ഞുകൊണ്ട് മദൻ ബാബുവിനെ കറക്കിയെറിഞ്ഞു വർമ്മയുടെ ശരീരത്തിലേക്ക്. ഇരുവരും ഒന്നിച്ച് താഴെ വീണു. മെഴുകുതിരി അണഞ്ഞു. കനത്ത ഇരുട്ട്. പിന്നെയും ആരൊക്കെയോ അങ്ങോട്ടെത്തിയത് വർമ്മയും മറ്റും അറിഞ്ഞു. ശത്രു ഏത് മിത്രമേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. പെട്ടെന്ന് താഴെ പോലീസുകാർ സ്പോട്ട് ലൈറ്റുകൾ തെളിച്ചു. അവയുടെ വെളിച്ചം 3-ാം നിലയിലേക്ക് വന്നു. വർമ്മ വിറച്ചുപോയി. സൂര്യൻ, ജ്വാല, ഇക്ബാൽ എല്ലാവരുമുണ്ട്. തൂണിൽ നിന്ന് പ്രിയങ്കയെ അഴിച്ചു മാറ്റിയിരിക്കുന്നു. എടാ. വർമ്മ റിവോൾവർ വലിച്ചെടുത്ത് ഇക്ബാലിന് നേരെ നിറയൊഴിച്ചു. കേണൽ തെന്നിമാറി. ജ്വാല മുന്നോട്ട് കുതിച്ചു. അവളുടെ കാൽ ഉൽക്ക പോലെ മേലേക്കുയർന്നു. വർമ്മയുടെ റിവോൾവർ തെറിച്ചുപോയി. അവളുടെ മടക്കിയ കാൽമുട്ട് അയാളുടെ അടിവയർ പിളർത്തി. വർമ്മ അലറിക്കരഞ്ഞു. ജ്വാല അയാളെ തൂണോട് ചേർത്തു. അപ്പോൾ മദനും ഇസ്രയേൽ ബാബുവും തമ്മിൽ പൊരിഞ്ഞ സംഘട്ടനം നടക്കുകയായിരുന്നു.
ഒരടിക്ക് തറയിലേക്ക് മറിച്ച ബാബുവിന്റെ ഇടത് കൈ പിടിച്ചടിച്ചു മദൻ. അവന്റെ അലർച്ച അന്തരീക്ഷത്തിൽ ലയിച്ചു. സൂര്യൻ സഞ്ജയിനെയും സനലിനെയും നേരിട്ടു. മിടിക്കുന്ന ഹൃദയത്തോടെ എല്ലാം നോക്കി നിൽക്കുകയായിരുന്നു പ്രിയങ്ക. എന്നാൽ നേർത്ത പുഞ്ചിരിയോടെയാണ് ഇക്ബാൽ നിന്നത്. CI മുഹമ്മദും SI മോഹനനും കൂടി മുകളിലെത്തി. അപ്പോൾ തന്റെ പപ്പയെ തൂണോട് ചേർത്ത് നിർത്തി ഇടിക്കുന്ന ജ്വാലയ്ക്ക് പിന്നിലെത്തിയിരുന്നു സബിത. വിടടി പപ്പയെ എന്ന് പറഞ്ഞുകൊണ്ട് ജ്വാലയുടെ പുറത്തടിച്ചു. അവൾ വെട്ടിത്തിരിഞ്ഞു. സബിതയുടെ മുഖമടച്ച് അടി വീണു. അവളൊന്ന് വട്ടം കറങ്ങിപ്പോയി. ജ്വാല ചുവപ്പിന്റെ മായിക വലയത്തിലായിരുന്ന അവളുടെ തലമുടിയിൽ കുത്തിപ്പിടിച്ച് ആഞ്ഞൊന്ന് കറക്കിയിട്ട് പിടിവിട്ടു. സബിത ദൂരെ ചെന്ന് വീണു. ജ്വാല പിന്നെയും വറമയ്ക്ക് നേരെ തിരിഞ്ഞു. അയാളുടെ വായിലൂടെ ചോര ഒഴുകുന്നുണ്ടായിരുന്നു. ജ്വാല അയാളെ സൂര്യന്റെ നേർക്ക് തള്ളി. ഒരിടി കൊടുത്ത് സൂര്യൻ ഇക്ബാലിലേക്ക്, ഇക്ബാൽ മദനിലേക്ക്. മദൻ വർമ്മയുടെ കൈകൾ പിരിച്ചൊടിച്ചു. വീണ്ടും ജ്വാലയിലേക്ക്. ഇസ്രയേൽ ബാബുവും സനലും സഞ്ജയുമൊക്കെ CI മുഹമ്മദിന്റെയും SI മോഹനന്റെയും റിവോൾവർ തുമ്പത്തായിരുന്നു. ജ്വാല പിന്നെയും തന്റെ പപ്പയെ അടിക്കുന്നത് സബിത കണ്ടു. അവളുടെ കണ്ണുകൾ ചുറ്റും പരതി. ജ്വാല തട്ടിക്കളഞ്ഞ വർമ്മയുടെ റിവോൾവറിൽ അവളുടെ കണ്ണുടക്കി. വല്ലാത്തൊരു ആവേശത്തോടെ, ക്രൂരമായൊരു ഭാവത്തോടെ അവൾ അതെടുത്ത് കുതിച്ചുയർന്നു. ഇരു കൈകളും ചേർത്ത് അത് ജ്വാലയ്ക്ക് നേരെ ചൂണ്ടി. എടി, എന്റെ പപ്പയെ വിടടി. അലറിയതും വെടിവെച്ചതും ഒന്നിച്ചാണ്. ആരും പ്രതീക്ഷിക്കാത്ത ഒന്ന്. പക്ഷേ ജ്വാല വെട്ടിമാറി. വർമ്മയെ പരിചയാക്കി ബുള്ളറ്റ് തടഞ്ഞു. മോളെ. വർമ്മയുടെ വിലാപം ആ കെട്ടിടം അപ്പാടെ ഏറ്റുപിടിച്ചു. ഒരു നിലവിളി പ്രിയങ്കയുടെ തൊണ്ടയിൽ കുരുങ്ങി. വർമ്മയുടെ നെഞ്ചിൽ ഒരു ദ്വാരം വീണിരുന്നു. അവിടെ ചുവപ്പ് പടർന്നു. സബിത പതറി. ഉന്നം തെറ്റിയിരിക്കുന്നു. പപ്പ. അപ്പോഴേക്കും അവളുടെ മുഖമടച്ച് സൂര്യൻ ആഞ്ഞടിച്ചു. റിവോൾവർ വഴുതി. ഒരു മദ്യപനെ പോലെ ഒരു നിമിഷം നിന്ന് ആടി. പിന്നെ ജ്വാല പിടിവിട്ടപ്പോൾ തറയിൽ കമിഴ്ന്നു വീണു. അവിടെ ശ്മശാനത്തിന്റെ നിശബ്ദത വന്നു. തെല്ല് കഴിഞ്ഞ് താഴെ നിന്ന് ഓടി വരുന്ന പോലീസുകാരുടെ ബോട്ട്സിന്റെ ശബ്ദം കേട്ടു. ഒരാഴ്ച കഴിഞ്ഞ് ഇക്ബാലിന്റെ വീട്ടിൽ അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. സൂര്യൻ, ജ്വാല, പ്രിയങ്ക, മദൻ. ഇക്ബാലിന്റെ വക ഒരു പാർട്ടി. അതിനിടയിൽ അദ്ദേഹം പറഞ്ഞു, മുഖവുര കൂടാതെ ഒരു കാര്യം പറയാൻ പോകുകയാണ് ഞാൻ. ആരോടും ആലോചിക്കാത്ത കാര്യം. ഏവരും അദ്ദേഹത്തെ നോക്കി. എല്ലാ മുഖങ്ങളിലേക്കും ഒരു വട്ടം ദൃഷ്ടികൾ പായിച്ചിട്ട് കേണൽ അറിയിച്ചു. എന്റെ മനസ്സിൽ തോന്നിയ ഒരാശയമാണിത്. സൂര്യന് വിവാഹപ്രായം കഴിഞ്ഞു. ജ്വാലയും വിവാഹപ്രായത്തിലാണ്. സൂര്യനും ജ്വാലയ്ക്കും ഒന്ന് ചേർന്നുകൂടെ? ഒരു നിമിഷത്തെ ശാന്തത. പ്രിയങ്കയ്ക്ക് എതിരൊന്നുമില്ലെന്ന് ആ മുഖഭാവത്തിൽ നിന്ന് വ്യക്തമായി. ആമിന ജ്വാലയെ നുള്ളി. അവൾ സൂര്യനെ നോക്കി. അയാൾ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഇരുവരുടെയും ചുണ്ടുകളിൽ ഒരു മന്ദഹാസം മുട്ടിട്ടു. അപ്പോൾ നമുക്കിതങ്ങ് തീരുമാനിക്കാം. ഇക്ബാലിന്റെ ശബ്ദം. പ്രിയങ്ക തലകുലുക്കി. അളിയോ? മദൻ സൂര്യന്റെ തോളിൽ കൈവച്ചു. മദൻ അവനെ സൂക്ഷിച്ചെന്ന് നോക്കി. അവൻ കൈ പിൻവലിച്ചു കളഞ്ഞു. അത് കണ്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു. നോവൽ അവസാനിക്കുന്നു.